എനിവേ ആറാമത്തെ ടൈറ്റിൽ കിട്ടിയില്ലെങ്കിലും കഴിഞ്ഞ വർഷത്തെ പോലെ നാണം കെട്ട് നാറി തലയിൽ മുണ്ടിട്ട് ഓടേണ്ട അവസ്ഥ എന്തായാലും ഈ വർഷം വരില്ല എന്ന് വിചാരിക്കാം. എന്നാലും ചെന്നൈയുടെ ഏറ്റവും വലിയ കൺസേൺ ആയിട്ട് മാറിയേക്കുന്നത് ഇപ്പോൾ എലീസ് ഇല്ലാത്തതാണ്. ബാക്കി ബോളിംഗ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഹെൻറിയാണ്. അപ്പോൾ ഹെൻറി നമുക്ക് ഈ T20 വേൾഡ് കപ്പ് കണ്ടപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഹെൻറി പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ സ്ലോ ബോൾ കട്ടേഴ്സൊക്കെ എറിയുന്ന ഒരു പ്ലെയറാണ് സാക് ഫോക്സ് എന്ന് പറയുന്ന ന്യൂസിലാൻഡ് പ്ലെയർ. നമ്മൾ കഴിഞ്ഞ ഇന്ത്യ വേഴ്സസ് ന്യൂസിലാൻഡ് സീരീസിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ അടി കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ലോ ബോൾ കട്ടേഴ്സ് ഇന്ത്യൻ കണ്ടീഷനിൽ അങ്ങനെ വർക്കാവുന്നതായിട്ട് നമ്മൾ കണ്ടില്ല. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിനെ നമ്മൾ യൂസ് ചെയ്യുമെന്നും അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഹെൻറി ഓപ്പണിങ്ങിൽ ഹെൻറിയും കലിയലും ഉണ്ടാകും. പക്ഷേ ബാക്കി ഓവേഴ്സിൽ ഡെത്തിലൊക്കെ എറിയാനായിട്ട് ചെന്നൈ ആരെയായിരിക്കും നോക്കുന്നുണ്ടാവുക എന്നുള്ളതാണ് എന്തായാലും മറ്റൊരു തലവേദന. അപ്പോൾ ബാറ്റിങ്ങിൽ ഇത്തവണ സ്ട്രെങ്ത് ഉണ്ട്, അതായത് പേപ്പറിൽ നമുക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ട്, ബാക്കി പ്ലെയേഴ്സിൻ്റെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും. പക്ഷേ ബോളിങ്ങിലോട്ട് വരുമ്പോൾ നമുക്ക് വലിയ തലവേദനയാണ്. പിന്നെ രവീന്ദ്ര ജഡേജയുടെ ഒരു പകരം പ്രശാന്ത് വീറിനെ എന്നാണ് ചെന്നൈ ഉദ്ദേശിക്കുന്ന ഒരു പ്ലെയർ എന്ന് പറയുന്നത്. ഒരു ബാറ്റിംഗ് ഓൾറൗണ്ടറാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം എത്രത്തോളം എഫക്റ്റീവ് ആവും, ജഡേജയുടെ ആ ഒരു വിടവ് എത്രത്തോളം അദ്ദേഹത്തിന് നിർത്താൻ പറ്റുമെന്നൊക്കെ ഭയങ്കര ഒരു കൺസേൺ ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ കയ്യിൽ വരുന്ന സ്പിന്നറാണ്, അതായത് നൂർ അഹമ്മദ് കഴിഞ്ഞാൽ വരുന്ന സ്പിന്നറാണ് പ്രശാന്ത് വീർ. അപ്പോൾ പ്രശാന്ത് വീറിൻ്റെ പെർഫോമൻസും എല്ലാവരും ഒരുപോലെ ഇട്ട് നോക്കുന്നുണ്ടാവും. പിന്നെ പണ്ട് മുതലേ ചെന്നൈ ചെയ്പ്പോക്കിൽ എപ്പോഴും ഒരു സ്പിന്നിൻ്റെ അഡ്വാൻറ്റേജിൽ ജയിച്ചു പോകുന്നതാണ്. അപ്പോൾ അതിലൊക്കെ നല്ലൊരു കീ റോളുള്ള പ്ലെയർ തന്നെയാണ് ജഡേജ. അപ്പോൾ ജഡേജയുടെ അഭാവത്തിൽ ആ റോള് എന്തായാലും പ്രശാന്ത് വീർ ഒരു വലിയൊരു ഭാരം ഏറ്റെടുക്കുന്നതിൻ്റെ ഒരു പ്രഷർ അദ്ദേഹത്തിന് ഉണ്ടാവുമോ, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അത് ബാധിക്കുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും ബാറ്റിങ്ങിൽ കഴിഞ്ഞ വർഷത്തെ പോലെയല്ല, അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉണ്ട്. പക്ഷേ ബോളിങ്ങിലോട്ട് വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കൺസേൺസ് ഉള്ളത്. ഇപ്പോൾ ഇന്ത്യൻ ടാലൻസ് ആയിട്ടുള്ള സർഫറാസ് ഖാൻ, ഉർവിൽ പട്ടേൽ ഇവരൊക്കെ എന്തായാലും ബെഞ്ചിലായിരിക്കും തോന്നുന്നു ആദ്യത്തെ കുറച്ച് കളികൾ. പ്രോബബിൾ ലെവലിലൊന്നും ഇവരില്ല. അപ്പോൾ എന്തായാലും ബെഞ്ച് സ്ട്രെങ്ത്തും അത്യാവശ്യം ഓക്കെയാണ്. പക്ഷേ ബോളിങ്ങിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് കഴിഞ്ഞാൽ ഈ സീസൺ എന്തായാലും ചെന്നൈക്ക് ഞങ്ങളുടെ 6ാമത്തെ ടൈറ്റിൽ എയിം ചെയ്യാനായിട്ട് സാധിക്കും.